പിറ്റേ ദിവസം രാത്രി എൻ്റെ കാവൽ മാലാഖയെ ഞാൻ കണ്ടു. തന്നെ അനുഗമിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു നിമിഷ നേരം കൊണ്ട് തീ നിറഞ്ഞതും പുക കൊണ്ട് മൂടിയതുമായ ഒരു സ്ഥലത്ത് ഞാനെത്തി. അവിടെ പീഡ അനുഭവിക്കുന്ന അനേകം ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ വളരെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതവർക്ക് യാതൊരു പ്രയോജനവും ചെയ്തിരുന്നില്ല. നമുക്ക് മാത്രമേ അവരെ സഹായിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അവരുടെ ചുറ്റിലും എരിഞ്ഞുകൊണ്ടിരുന്ന ജ്വാലകൾ എന്നെ ഒട്ടും തന്നെ സ്പർശിച്ചില്ല. ഒരു നിമിഷത്തേക്ക് പോലും എന്റെ കാവൽ മാലാഖ എന്നെ വിട്ടുപിരിഞ്ഞില്ല. എന്താണ് അവരുടെ ഏറ്റവും വലിയ പീഡയെന്ന് ഞാൻ അവരോട് ചോദിച്ചു. ദൈവത്തിനായുള്ള ദാഹമാണ് അവരുടെ ഏറ്റവും വലിയ പീഡയെന്ന് അവർ ഏകസ്വരത്തിൽ എനിക്ക് മറുപടി നൽകി. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ മാതാവ് സന്ദർശിക്കുന്നത് ഞാൻ കണ്ടു. സമുദ്രതാരം എന്നാണ് മാതാവിനെ ആത്മാക്കൾ വിളിച്ചിരുന്നത്. അമ്മ അവർക്ക് സമാശ്വാസം നൽകുന്നു. അവരോട് കുറച്ചു സമയം കൂടി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ എന്റെ കാവൽ മാലാഖ അവിടെ നിന്ന് പോകാൻ സമയമായി എന്ന അടയാളം കാണിച്ചു. പീഡനത്തിന്റെ ആ പാറാവിൽ നിന്ന് ഞങ്ങൾ പുറത്തു കടന്നു. ഞാൻ അന്തരാത്മാവിലൊരു സ്വരം കേട്ടു. അതിങ്ങനെ പറഞ്ഞു: എന്റെ കരുണ ഇതാഗ്രഹിക്കുന്നില്ല, എന്നാൽ എന്റെ നീതി ഇതാവശ്യപ്പെടുന്നു. ആ ദിവസം മുതൽ പീഡയനുഭവിക്കുന്ന ആത്മാക്കളുമായി ഞാൻ ഉറ്റ ബന്ധം പുലർത്തിയിരുന്നു. ഒരിക്കൽ ദൈവത്തിന്റെ ന്യായാസനത്തിങ്കൽ ഞാൻ നിർത്തപ്പെട്ടു. കർത്താവിന്റെ മുൻപിൽ ഞാൻ തനിയെ നിന്നു. പീഡയനുഭവിക്കുന്ന ഈശോ പ്രത്യക്ഷനായി. ഒരു നിമിഷത്തിനു ശേഷം കരങ്ങളിലും പാദങ്ങളിലും പാർശ്വത്വമുള്ള 5 മുറിവുകൾ ഒഴികെ എല്ലാം അപ്രത്യക്ഷമായി. പെട്ടെന്ന് ദൈവം കാണുന്നത് പോലെ എന്റെ ആത്മാവിന്റെ യഥാർത്ഥ അവസ്ഥ ഞാൻ കണ്ടു. ദൈവത്തിന് പ്രസാദകരമല്ലാത്തതെല്ലാം ഞാൻ വ്യക്തമായി കണ്ടു. ഏറ്റവും നിസ്സാരമായ പാപത്തിന് പോലും ഉത്തരം പറയേണ്ടി വരുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എത്ര ഭയാനകമായ നിമിഷം! ഏറ്റവും ത്രൈശുദ്ധനായ ദൈവസന്നിധിയിൽ നിൽക്കുക എന്നത് ആർക്ക് വിവരിക്കാൻ സാധിക്കും? ഈശോ എന്നോട് ചോദിച്ചു, നീ ആരാണ്? ഞാൻ മറുപടി പറഞ്ഞു, കർത്താവേ, ഞാൻ അവിടുത്തെ ദാസിയാണ്. ശുദ്ധീകരണാഗ്നിയിൽ ഒരു ദിവസം കഴിയാൻ നീ അർഹയാണ്. ഉടനെ തന്നെ ശുദ്ധീകരണാഗ്നിയിൽ എന്നെ തന്നെ സമർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ ഈശോ എന്നെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഏതാണ് നീ തിരഞ്ഞെടുക്കുന്നത്? ഒരു ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് ഇപ്പോൾ സഹിക്കുന്നതോ ഭൂമിയിൽ കുറച്ചു കാലം സഹിക്കുന്നതോ? ഞാൻ പറഞ്ഞു, ഈശോയെ, ശുദ്ധീകരണ സ്ഥലത്ത് സഹിക്കുന്നതിനും ലോകാവസാനം വരെ ഭൂമിയിൽ വലിയ വേദന സഹിക്കുന്നതിനും ഞാൻ തയ്യാറാണ്. ഈശോ പറഞ്ഞു, ഒന്നു മതി, നീ ഭൂമിയിലേക്ക് മടങ്ങിപ്പോകും. അവിടെ നീ വളരെ സഹിക്കേണ്ടി വരും, പക്ഷേ വളരെ നാളത്തേക്കല്ല. എന്റെ തിരുമനസ്സും എന്റെ ആഗ്രഹങ്ങളും നീ നിറവേറ്റും. ഇപ്പോൾ എന്റെ മാറിടത്തിൽ എന്റെ ഹൃദയത്തിൽ തല ചായ്ച്ച് വിശ്രമിക്കുക. ഈ സഹനത്തിനുള്ള ശക്തിയും കഴിവും അവിടെ നിന്ന് നീ ആർജിക്കുക. എന്തെന്നാൽ മറ്റൊരിടത്തും ആശ്വാസമോ സഹായമോ സമാധാനമോ നിനക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. നിനക്ക് വളരെയധികം സഹിക്കുവാനുണ്ടാകും എന്ന് മനസ്സിലാക്കുക. ഇത് നിന്നെ ഭയപ്പെടുത്തരുത്. ഞാൻ നിന്റെ കൂടെയുണ്ട്.